ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 2 ടൈപ്പാണ് ആൾക്കാരുള്ളത്. ക്രിയേറ്റേഴ്സ്, കൺസ്യൂമേഴ്സ്. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കൺസ്യൂം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി കൺസ്യൂം ചെയ്ത പീരീഡ് നടക്കില്ല. മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. 2 റീസൺസാണ് എനിക്ക് ക്രിയേഷൻ തുടങ്ങണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അതിലൊന്ന്, കഴിഞ്ഞ കൊല്ലം ഡിസംബർ ഈ ഒരു ന്യൂ ഇയർ ടൈമൊക്കെ ആകുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണ്? റെസൊല്യൂഷൻ ഞാനെടുത്തിരുന്നു. അതിലൊരു റെസൊല്യൂഷനായിരുന്നു ഇത്, ഈ കോണ്ടന്റ് ക്രിയേഷൻ. പോയിന്റ് നമ്പർ 2, കൊറോണയുടെ ടൈമിലൊക്കെ ഉണ്ടല്ലോ, എല്ലാ സ്ഥലത്തും നമുക്ക് നോക്കിയ യൂട്യൂബ് ചാനൽ കാണാം. എല്ലാ വീട്ടിലും ഓരോ യൂട്യൂബ് ചാനൽ, ഫാമിലി വ്ളോഗ്, അത് ഇത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അന്ന് തന്നെ നമ്മൾ വിചാരിക്കും കോണ്ടന്റ് ക്രിയേഷനൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനത് വിചാരിച്ചിരുന്നത് ഞാൻ ഡിഗ്രി പഠിച്ചിരിക്കുമ്പോഴാണ്. ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ജോലിക്ക് കയറി 2 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും അതിങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ടൈം ഫ്ലൈസ്. അതാണ് മറ്റൊരു കാരണം. സോ ഐ എം ഗോണ സ്വിച്ച് ഫ്രം കൺസ്യൂമർ ടു എ ക്രിയേറ്റർ. സ്റ്റോപ്പ് കൺസ്യൂമിങ് ആൻഡ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ്. ഇനി ഇത് ലേറ്റ് ആയിക്കൊണ്ടിരുന്ന ഈ പരിപാടി നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോവും. ആ ഒരു സംഭവം പോവും. ചെയ്യാനുള്ളൊരു